യഥാർത്ഥ വശം പരിശോധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്, ഇവരൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതിനൊക്കെ യാതൊരു തർക്കവും വേണ്ട. പിന്നെ നമ്മളത് ഒഫീഷ്യലായിട്ട് പറയുന്നതും ശരിയാണ്. വാർത്തകൾ കാര്യങ്ങളൊക്കെ അറിയാലോ. ഇപ്പൊ ഒരു 6 വർഷം മുന്നത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു, ദിലീപ് കേസ് ഉണ്ടായിരുന്നു. അതിന്റെ വിധി ഫൈനൽ വിധി, അവസാന വിധി നവംബറിലേക്കാണ് പറയുന്നത്. അതിന് എന്താണ് വിചാരിക്കുന്നത് ആ കേസിനെ കുറിച്ചിട്ട്? അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ട് നമുക്കതിനെ എന്താ പറയാ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. എന്താ നടന്നത് ഏതാന്ന് അറിയാണ്ട്, നമ്മളൊരു കാര്യത്തെ കുറിച്ച് അറിയാണ്ട് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, ഇപ്പൊ ദിലീപിന് എത്രത്തോളം ഇൻവോൾവ്മെന്റ് ഉണ്ടാവും വിചാരിക്കണം? ജയിലിലൊക്കെ പോയി അദ്ദേഹം നിക്കണം എന്നുണ്ടെങ്കിൽ ഒരു തീരെ ഒരു ഭാഗം മുമ്പ് ജയിലിലായിരുന്നു, ഇപ്പൊ ആള് ജയിലിലല്ലോ. അല്ല, ഇതിന്റെ ഭാഗമായിട്ടാണ് ജയിലിൽ പോയിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും കേസായിരുന്നു പോയിട്ട് 6-7 വർഷത്തോളം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല. ഇപ്പൊ എനിക്കെന്നല്ല ആർക്കായാലും ഇന്ന ആള് കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റില്ല. അത് കോടതിയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ നവംബറിൽ വിധി വരുന്നുണ്ടെങ്കിൽ അല്ല, ദിലീപ് നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഇതാണ് ഞാൻ പറഞ്ഞത്. നിരപരാധിയാണോ അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അതിന്റെ വസ്തുത അറിയില്ല. അപ്പൊ അതുകൊണ്ട് നവംബറിൽ വിധി വരുമ്പോ കോടതിയാണല്ലോ തീരുമാനിക്കുന്നത്. അപ്പൊ വിധി വരുമ്പോഴേ നമുക്ക് എല്ലാവർക്കും ഇതറിയാൻ പറ്റുള്ളൂ. റിസൾട്ടിൽ എത്രത്തോളം ജെന്യൂനിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്? ഞാനത് മുമ്പേ പറഞ്ഞല്ലോ, ഇതാണ് സംഭവം. അല്ല, റിസൾട്ട് വരുമ്പോ അല്ലേ അതില് ഒരു നമുക്ക് പെർസെന്റേജ് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. ഇതിനെ കുറിച്ച് എനിക്കെന്നല്ല ഒരാൾക്കും, കേരളത്തിലെ ഒരാൾക്കും അറിയാൻ പറ്റും. കൂടുതൽ നമുക്ക് അറിയാത്ത കാര്യത്തെ കുറിച്ച് റിസൾട്ട് മാറ്റി വെക്കുക. അപ്പൊ ഇങ്ങനത്തെ കേസാണ് ഇത്രയും വലിയ സ്റ്റാർഡുള്ള ഒരാളുടെ കേസൊക്കെ വരുമ്പോ അതില് നിയമത്തിന്റെ മുന്നിൽ അട്ടിമറി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? നിയമത്തിൽ വിശ്വാസം ഉണ്ടാകുന്ന ചോദിച്ചു. ഈ അട്ടിമറി ഉണ്ടോന്ന് വെച്ചാൽ ഇപ്പൊ കേരളത്തിലായാലും നമ്മുടെ ഇന്ത്യയിലായാലും ഈ ഒരു വിഷയം മാത്രമല്ലല്ലോ നടക്കുന്നത്. ഈ ആള് ജയിലിൽ പോയിട്ടും ഇപ്പൊ പുറത്താണല്ലോ, ഷൂട്ടും കാര്യങ്ങളായിട്ടാണ് നടക്കാണല്ലോ. ഇപ്പൊ ഈ നവംബറിൽ വിധി വരുന്നുണ്ടെങ്കിൽ അതിപ്പോ കോടതിയിലാണല്ലോ ഏറ്റവും അവസാനം തീരുമാനിക്കുന്നത്. കോടതിയിൽ വിശ്വാസം ഉണ്ടാവില്ല. കോടതി റിസൾട്ട് എന്താണ് പറയുന്നത് അതിൽ വിശ്വാസം സത്യം എന്നുള്ള വിശ്വസിക്കും. ഒരു 5-6 വർഷം മുന്നിൽ ദിലീപിന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ദിലീപ് ജയിലിൽ പോയതൊക്കെ അറിയില്ലേ? ഫൈനൽ വിധി നവംബറിൽ വരികയാണ്. വരുന്ന റിസൾട്ടിൽ എത്രത്തോളം ജെന്യൂനിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കാൻ പോണത്? കോടതി വിധി പറയുന്നതില് തികച്ചും പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല. കോടതിയിൽ നിന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പോ നമ്മളിപ്പോ ഓരോ വിധി വരുന്ന കാണുന്നുണ്ടല്ലോ. ഇപ്പൊ പലതും പൂർണ്ണമായി നടന്ന സംഭവം വരെ നമുക്ക് ഇപ്പോ പിന്നെ കോടതിയിലെത്തുമ്പോ പല കാര്യങ്ങളും നടന്നുകൊണ്ട് അത് കോടതിയിൽ നിന്ന് തള്ളിപ്പോകുന്നതാണ്. അതുപോലെ എല്ലാം നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയില്ല. കോടതിയിൽ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. പണത്തിന് മുകളിൽ നിയമമൊക്കെ മാറും. തീർച്ചയായും മാറും. ഈ ദിലീപിന്റെ കേസിൽ എത്രത്തോളം വിശ്വാസം? ദിലീപ് നിരപരാധിയാണോ അല്ലയോ എന്നുള്ളതിന് ഒരു പുറത്തുനിന്ന് കാണണം അല്ലെങ്കിൽ എന്തെങ്കിലും അത് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അവര് ചെയ്ത കാര്യം അവര് മാത്രമാണ് അറിയുക. അപ്പൊ നമ്മളത് പൂർണ്ണമായിട്ട് അറിയുന്നില്ല. അപ്പൊ ഏതായാലും വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ ചെയ്യോ ചെയ്യില്ല എന്നൊക്കെ? അതൊക്കെ ഇപ്പൊ ചാനലുകളിലൊക്കെ വരുന്നത് ഓരോ സിനിമ നടന്മാരും ഓരോ മോശമായ പ്രവൃത്തികളാണ് ഇപ്പോൾ നമ്മളെ ചാനലുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ തികച്ചും വിശ്വസിക്കുമെന്നുള്ള ഒരു ഇതാണുള്ളത്. അങ്ങനെ ഒരു ഭാഗമാണെന്ന് വിശ്വസിക്കുന്നു. ചെറുതായിട്ട് നമുക്ക് കേസ് ഉണ്ടായിരുന്നു, അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. മറ്റേ ദിലീപിന്റെ ഒരു കേസ്, ദിലീപ് അതിനെ സംബന്ധിച്ച് നടിയെ ആക്രമിച്ച കേസ്, ദിലീപ് ജയിലിലേക്ക് പോയതൊക്കെ അറിയണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ ഒരു ഫൈനൽ വിധി ഈ വരുന്ന നവംബറിലാണ് റിസൾട്ട് വരുന്നത്. അതിനോട് എന്താ നോക്കി കാണുന്നത്? കോടതിയല്ലേ അത്. അപ്പൊ കോടതി റിസൾട്ട് വരുമ്പോ അത് സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? 100% പറയാൻ പറ്റില്ല. തെളിവ് പ്രാധാന്യം കോടതിയിൽ. തെളിവ് ആര് സബ്മിറ്റ് ചെയ്യുന്നു അവർക്കായിരിക്കും. അതിന് പ്രാപ്തി ദിലീപിനുണ്ടെങ്കിൽ ദിലീപ് ജയിച്ചെന്നിരിക്കും. മറിച്ച് അതിനുള്ള പ്രാപ്തി ഇല്ലെങ്കിൽ യഥാർത്ഥ വശം പരിശോധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്, ഇവരൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതിനൊക്കെ യാതൊരു തർക്കവും വേണ്ട. പിന്നെ നമ്മളത് ഒഫീഷ്യലായിട്ട് പറയുന്നതും ശരിയാണ്. കോടതിയിൽ വെക്കണമുണ്ട്. പുറത്ത് വന്നിട്ടെങ്കിൽ ചേട്ടൻ അഭിപ്രായമാണ് ഞാൻ ചോദിച്ചത്. അതായത് ദിലീപിന്റെ ഭാഗമാണെന്ന് ചേട്ടൻ വിശ്വസിക്കുന്നു? അത് അല്ല, വിശ്വസിക്കും. പുറത്തുനിന്ന് കാണുന്ന നിലയിൽ വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഈ ഫിലിപ്പീനിൽ ഇപ്പോഴത്തെ അവസ്ഥ അറിയാൻ പറ്റില്ല. പേപ്പറൊക്കെ വായിച്ചില്ലേ, ന്യൂസൊക്കെ കേട്ടില്ല. ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്
ഇനി നടക്കുകയും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇനി ഇതേപോലൊക്കെ ഉണ്ടാവുന്നതാണ്. ഉണ്ടാവും. അതിലൊക്കെ ഒരു സംശയം വേണ്ട. ഫിലിം ഫീൽഡ് എന്ന് പറഞ്ഞാൽ അതാണ്. ഫിലിം വീട്ടുകാരൻ അതാണ്. അതാണ്, അതിലൊക്കെ ഒരു സംശയം വേണ്ട. അല്ല, അപ്പൊ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറ്റവാളികളാന്ന് ജെന്യൂനായിട്ട് വിശ്വസിക്കുന്നവര് കോടതി മുന്നേ ശിക്ഷിക്കപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. അത് ഇപ്പോഴത്തെ കോടതിയിൽ ഞാൻ ചോദിക്കട്ടെ, താങ്കൾ എന്നെ കുത്തിക്കൊന്നു, അതാണല്ലോ ഫാക്ട്. കുത്തിക്കൊന്നു, കൊന്നതും മാത്രമേ. പക്ഷെ കൊന്നില്ല എന്നും ഒരു വക്കീൽ വാദിക്കും, കൊന്നെന്നും ഒരു വക്കീൽ വാദിക്കും. രണ്ടും മറ്റാളാണ് അല്ലേ? പിന്നെ അത് യഥാർത്ഥത്തിൽ സത്യം ഒന്നും ഈ ചോദ്യം ആ സത്യം കോടതി തെളിയിക്കണം. അങ്ങനെ വന്നാൽ അത് നമുക്കത് പറയാൻ പറ്റില്ല. നമ്മ മുൻകൂട്ടി ഇപ്പൊ ഞാനൊരു സാധനം ഒഫീഷ്യലായിട്ട് നിങ്ങളുടെ ചാനലുകളുടെ എന്തിലാണെങ്കിലും ചെയ്ത് പറഞ്ഞാൽ അത് ഒത്തിരി ഭാഗത്തിലേക്കൊക്കെ സ്വാഭാവികമാണ്. ഓക്കെ, ഇങ്ങനെയാണ് എന്റെ കാര്യം.